ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SCERT 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. SCERT 5th നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ഫസ്റ്റ് വൺ, നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മൈക്രോസ്കോപ്പ് ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളത്. നമുക്ക് വേഗം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ മൈക്രോസ്കോപ്പിൽ സ്റ്റെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥത്തിന് ഉദാഹരണം. സ്റ്റെയിൻ ആണ്. സ്റ്റെയിൻ ആയിട്ട് നമ്മൾ ഏത് പദാർത്ഥമാണ് ഉപയോഗിക്കുന്നത്? സഫ്രാനിൻ ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. സഫ്രാനിൻ ആണ് സ്റ്റെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം. നെക്സ്റ്റ് വൺ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറുഘടകങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു. അത് ശരിയാണ് അല്ലേ. കോശങ്ങൾ എന്ന് പറഞ്ഞാൽ സെൽസ് ആണ്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ശരിയാണ്. ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവയെല്ലാം ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. അതും കറക്റ്റാണ്. അതായത് യൂണിസെല്ലുലർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് അമീബ, പാരാമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഒക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫിഗറൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഈ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പഠിച്ചോളൂ കേട്ടോ. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് നമ്മൾ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അതായത് ബഹു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ജന്തുക്കളും സസ്യങ്ങളൊക്കെ ഈ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിനുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? ഫസ്റ്റ് വൺ, മനുഷ്യൻ വലുതാകുമ്പോൾ കോശങ്ങളും വലുതാവുന്നു. ഇത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ. അടുത്തതിലേക്ക് കയറാം. ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്നെടുത്ത കോശവും ഒരു മുതിർന്ന ആളുടെ ശരീരത്തിൽ നിന്നെടുത്ത കോശവും ഒരേ വലുപ്പമായിരിക്കും. അത് കറക്റ്റാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഒരു ബഹുകോശ ജീവിക്ക് ഉദാഹരണമാണ് യുഗ്ലീന. ഇത് തെറ്റാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ്. യുഗ്ലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിസെല്ലുലർ ഓർഗാനിസം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് തെറ്റാണെന്നുള്ളത് അറിയാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? 2 മാത്രമാണ് ശരി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ വീട് ആണെങ്കിലും അതുപോലെ തന്നെ അംബാനിയുടെ വീടാണെങ്കിലും ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇഷ്ടികയുടെ വലുപ്പം എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും. പക്ഷേ ഇഷ്ടികയുടെ എണ്ണത്തിലായിരിക്കും ഇവിടെ വ്യത്യാസം വരുന്നത്. വലിയ വീടാണെങ്കിൽ കൂടുതൽ എണ്ണം വേണം അല്ലേ, കൂടുതൽ ഇഷ്ടികയുടെ എണ്ണം വേണം. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യൻ വലുതാവണ അനുസരിച്ചിട്ട് കോശങ്ങളുടെ വലുപ്പം കൂടുന്നില്ല. അതേസമയം കോശങ്ങളുടെ എണ്ണമാണ് അവിടെ കൂടുന്നത്. ആ ഒരു പോയിന്റ് ആണ് കേട്ടോ ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ മനുഷ്യൻ വലുതാവുമ്പോൾ കോശങ്ങൾ വലുതാവുന്നില്ല എന്നുള്ളതാണ് ആൻസർ. കോശങ്ങളുടെ എണ്ണമാണ് അവിടെ വർദ്ധിക്കുന്നത്. ജീവികളുടെ വലിപ്പം കോശങ്ങളുടെ ഡാഷ് ആശ്രയിച്ചിരിക്കുന്നു. എന്തനുസരിച്ചിട്ട്? ഞാൻ ഇപ്പോൾ പറഞ്ഞാണ്, എണ്ണം അനുസരിച്ചിട്ടാണ് അല്ലേ. വലിപ്പമല്ലല്ലോ, എണ്ണമാണ്. അടുത്ത ചോദ്യം, പ്രസ്താവനകൾ പരിശോധിക്കുക. ബഹുകോശ ജീവികളിൽ വിവിധ തരം കോശങ്ങളുണ്ട്. അത് ശരിയാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഒരു ബഹുകോശ ജീവിയുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും ആകൃതി ഒരേപോലെ ആയിരിക്കും. എല്ലാത്തിൻ്റെയും ആകൃതി ഒരേപോലെ ആയിരിക്കുമോ? അല്ല, ഡിഫറെൻ്റ് ആകൃതി ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നാഡീകോശമാണെങ്കിലും പേശീകോശമാണെങ്കിലൊക്കെ ഓരോന്നിൻ്റെ ആകൃതിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഓരോന്നിൻ്റെയും ആകൃതിയൊക്കെ വേറെ വേറെ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജന്തുകോശത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ജന്തുകോശത്തെ സംബന്ധിച്ചാണ് കേട്ടോ. ഫസ്റ്റ് വൺ, കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. ശരിയാണോ? കറക്റ്റാണ് അല്ലേ. കോശത്തിന് ആവരണമാണ് കോശഭിത്തി. ഇത് ശരിയാണോ? കോശത്തിൻ്റെ ആവരണമാണോ കോശഭിത്തി? നമുക്കറിയാം കോശത്തിനകത്ത് കോശഭിത്തി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ഡീറ്റെയിൽസിലേക്ക് ഞാൻ കയറാം. അടുത്ത പോയിന്റ്, കോശഭിത്തിക്ക് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവക പദാർത്ഥമാണ് കോശദ്രവ്യം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ കോശഭിത്തി ഇല്ല എന്നുള്ളത്. അപ്പം ഇതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? 1 മാത്രമാണ് ശരി. ഇനി SCERT കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ നോക്കുക. ഇവിടെ ജന്തുകോശമുണ്ട്, അതുപോലെ തന്നെ സസ്യകോശമുണ്ട്. കൊടുത്തിട്ടുള്ളത് ജന്തുകോശങ്ങളിൽ കാണാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ സസ്യകോശങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ 4 എണ്ണമാണ് ഉള്ളത് അല്ലേ. 1, 2, 3, 4, ഇവിടെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം കേട്ടോ. കോശസ്തരം, അതായത് സെൽ മെംബ്രെയിൻ 2 ഉണ്ട്. പിന്നെ ഫേനം, അതായത് വാക്യൂൾ എന്ന് പറയുന്നത് ജന്തുകോശത്തിനകത്ത് ചെറുതും സസ്യകോശത്തിനകത്ത് കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ എന്താ ഈ ഫേനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ ഇതൊക്കെ സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഫേനം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഫേനത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറുതാണ്, ഇവിടെ കുറച്ചും കൂടെ വലുതാണ്. സസ്യകോശത്തിൽ കുറച്ചും കൂടെ വലുതാണ്. കോശഭിത്തി എവിടെയല്ലേ? കോശഭിത്തി നമ്മുടെ സസ്യകോശത്തിൽ മാത്രമാണ് ഉള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. കോശഭിത്തി സസ്യകോശത്തിൽ മാത്രമാണ് ഉള്ളത്. കോശദ്രവ്യം, അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് 2 ഉണ്ട്. ഓക്കെ, ഹരിതകം എവിടെയുള്ളത്? സസ്യകോശത്തിൽ മാത്രമാണ് ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റ്. മർമ്മം, അതായത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താ, ജന്തുകോശത്തിലില്ലാത്ത എക്സ്ട്രാ 2 ആൾക്കാർ സസ്യകോശത്തിലുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് സെൽ വോളും അതുപോലെ തന്നെ ഹരിതകം ക്ലോറോപ്ലാസ്റ്റും.
അടുത്ത ചോദ്യം നോക്കാം. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ കാണപ്പെടാത്തതുമായിട്ടുള്ള ഭാഗങ്ങൾ ഏതെല്ലാം? നമ്മളിപ്പോൾ പഠിച്ചാണല്ലോ, വേഗം പറഞ്ഞേ. ഹരിതകം ഉണ്ട്, അതുപോലെ തന്നെ കോശഭിത്തി അല്ലേ. അപ്പോൾ കോശഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളെ പൊതിഞ്ഞ് കാണുന്ന കട്ടി കൂടിയിട്ടുള്ള ഒരു ആവരണത്തെയാണ് നമ്മൾ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ എന്ന് പറയുന്നത് കേട്ടോ. കോശഭിത്തി എന്ന് പറഞ്ഞാൽ സെൽ വോൾ ആണ്. അതേപോലെ തന്നെ ഹരിതകം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് പച്ച വർണ്ണവസ്തുവിനെയാണ് നമ്മൾ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. കോശവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചെറുഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശങ്ങൾ, സെൽസ്. കറക്റ്റ് ആണ് അല്ലേ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യമാണ്. കോശമർമ്മത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യ പദാർത്ഥം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നുള്ളതാണ്, സൈറ്റോപ്ലാസം. ഇത് ശരിയാണ്, പക്ഷെ കോശമർമ്മത്തിനകത്തല്ല, ന്യൂക്ലിയസിനകത്തല്ല ഈ പറഞ്ഞുള്ള സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ്? കോശസ്തരം, അതായത് സെൽ മെംബ്രെയിനകത്താണ് സൈറ്റോപ്ലാസം ഉള്ളത് അല്ലേ. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ്, കോശത്തിലെ കേന്ദ്രം മർമ്മമാണ്. അത് കറക്റ്റ് ആണ് അല്ലേ, ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 1, 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കാവൽ കോശങ്ങൾ കാണുന്നത് ജന്തുകോശങ്ങളിലാണ്. ഇത് തെറ്റാണ് അല്ലേ. പിന്നെ കാവൽ കോശങ്ങൾ, അതായത് ഗാർഡ് സെൽസ്, നമ്മൾ എവിടെയാണ് കാണുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അത് സ്റ്റൊമാറ്റോ. ഇത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ കാവൽ കോശങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റോനകത്തുള്ള രണ്ട് ഈ ബീൻസ് പോലത്തെ ഷേപ്പുള്ള രണ്ട് സാധനമില്ലേ, അതിനെയാണ് നമ്മൾ ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ വഴിയാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. കോശഭിത്തി കാണപ്പെടുന്നത് ജന്തുകോശത്തിലാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞല്ലേ, കോശഭിത്തി കാണുന്നത് എവിടെയാണ്? സസ്യകോശത്തിലാണ്. കോശഭിത്തിയും അതുപോലെ തന്നെ ഹരിതകമൊക്കെ കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ്. ജന്തുകോശത്തിൽ കോശഭിത്തി ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഹരിതകം കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ്. ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ 2ഉം 4ഉം ആണ് ശരി കേട്ടോ. 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ആൻസേഴ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കുക. സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് കോശസ്തരം. അത് ശരിയാണ് അല്ലേ, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതാണ്. സസ്യകോശത്തിൽ വലുതും ജന്തുകോശത്തിൽ ചെറുതുമായി കാണപ്പെടുന്ന ഭാഗമാണ് ഫേനം. കറക്റ്റ് ആണ്. സസ്യകോശങ്ങളിലുള്ളതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഭാഗമാണ് കോശഭിത്തി. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്സും കറക്റ്റാണ് കേട്ടോ. ഇനി SCERT കൊടുത്തിട്ടുള്ള ഒരു പോർഷനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കുക. കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം. കോശങ്ങളെ കാണാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഭൂമിയിലുണ്ട്. നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഏതൊക്കെയാണ്? അമീബയുണ്ട്, പാരമേഷ്യ, മ്യൂഗ്ലീന എന്നുള്ളതൊക്കെ ബാക്ടീരിയ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമാണ്. ആണോ? ഇത് തെറ്റല്ലേ. ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ വലുപ്പ വ്യത്യാസമല്ല, കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം കാരണമാണ്. നമ്മൾ നേരത്തെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഒരു ജീവിയുടെ എല്ലാ കോശങ്ങളും ഒരേപോലെ ആയിരിക്കും. നിങ്ങൾ പറഞ്ഞേ ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. കാരണം നമ്മുടെ നാഡീകോശം പോലെ ആയിരിക്കില്ല നമ്മുടെ പേശീകോശം ഇരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെന്തായാലും തെറ്റാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.